അപ്പോൾ ഗൈസ് നല്ല മഴയാണ് കാലത്ത് തന്നെ. നമ്മൾ വെറുതെ ഒന്ന് പുറത്തിറങ്ങി വരാമെന്ന് വെച്ച് നോക്കിയപ്പോഴാണ് ഗൈസ് നമ്മുടെ ബൈക്കിന് ചെറിയൊരു പണി കിട്ടിയത്. പിന്നെ എന്തായാലും ക്ലാസ്സില്ലല്ലോ, മഴ കാരണം കളക്ടർ അവധി പറഞ്ഞിട്ടുണ്ടായി. ഗൈസ് 3 മണിയായപ്പോൾ ഞാൻ വെറുതെ ഒന്ന് പുറത്തിറങ്ങിയതാണ്. വണ്ടി ചെറിയൊരു പണി കിട്ടി. ഞാൻ എന്താണെന്ന് കാണിച്ചു തരാം. നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മളിതൊന്ന് ശരിയാക്കാൻ പോവുകയാണ്. വണ്ടിക്ക് എന്താ പ്രശ്നം പറ്റിയെന്ന് വെച്ചാൽ നമ്മൾ ഈ വണ്ടിയുടെ ചോക്ക് ഉണ്ടല്ലോ, ചോക്ക് സ്റ്റക്കായി പോയി. അപ്പോൾ നമ്മൾ വണ്ടി സ്റ്റാർട്ടാക്കിയാലും ഇതിൻ്റെ RPM ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കും. അല്ല, ഇങ്ങനെ ഈ RPM ഇങ്ങനെ കയറി വന്നുകൊണ്ടിരിക്കും. കണ്ട കൈ നമ്മളൊന്നും ചെയ്യണില്ല, ഒന്ന് തന്നെ ഇതിങ്ങനെ കയറിക്കൊണ്ടിരിക്കും. അപ്പോൾ ഗൈസ് ഇതിൻ്റെ ചോക്കിൻ്റെ കേബിള് ലോക്കായിരിക്കുകയാണ്. ഈ കേബിള് ലോക്കായി ഇതിൻ്റെ ആക്സിലേറ്റർ കൊടുക്കാതെ തന്നെ ഈ ചോക്കിൻ്റെ കേബിൾ ഇങ്ങനെ ലോക്കായിപ്പോയി. അപ്പോൾ ഗൈസ് നമ്മൾ വണ്ടി എടുക്കാൻ കുറച്ച് പണിയായിരിക്കും. ഇതെന്തായാലും ഒന്ന് പോയി ശരിയാക്കണം. അപ്പോൾ നമ്മൾ തൽക്കാലം ഇതിൻ്റെ ബ്രേക്കിൻ്റെ കേബിളും മേടിച്ചിട്ട് നമുക്ക് നേരെ വണ്ടി കൊണ്ട് വർക്ക്ഷോപ്പിലേക്ക് പോവാം. നമ്മളിപ്പോൾ ഈ തൽക്കാലം ഈ വണ്ടിയുമാണ് പോണത്. നമുക്ക് നേരെ ഈ കേബിൾ മേടിച്ചിട്ട് വരാം. കേബിളിന് എത്ര വരാമോ എന്തായാലും പോയി മേടിച്ചിട്ട് വരാം. ഇത് സ്റ്റാർട്ടാവണില്ലല്ലോ ഗൈസ്. അപ്പോൾ ഗൈസ് ഫോൺ ഒഴിക്കേണ്ടതാണ് ഗൈസ്. ഇവിടെ ഫുള്ളും വെള്ളമാണ് ഗൈസ്. കണ്ട വെള്ളം കെട്ടി കിടക്കണേ. അപ്പോൾ ഗൈസ് അങ്ങനെ നമ്മൾ വണ്ടി കൊണ്ടു കൊടുത്തിട്ടുണ്ട്. എവിടേക്കാ? അപ്പം നമ്മൾ വണ്ടി കടയിൽ കൊണ്ടുകൊടുത്തു. അപ്പോൾ അതിൻ്റെ കേബിളൊക്കെ മേടിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് കഴിയുമ്പോൾ നോക്കിയിട്ട് വിളിക്കാമെന്ന് പറഞ്ഞാൽ നമുക്ക് എന്താ പ്രശ്നം നോക്കാം. അപ്പോൾ ഗൈസ് 3:30 മഴയ്ക്കൊരു കുറവില്ല. നമ്മുടെ ഇത് ചിത്രശലഭം നിറച്ച് വന്നിരുന്ന ചെടിയാണ്. ഒരു ചിത്രശലഭം പോലും ഇല്ല. മഴ എങ്ങാനും മാറാവോ? ഗൈസ് അങ്ങനെ വണ്ടി നമുക്ക് ഇന്ന് കിട്ടിയിരിക്കുകയാണ് ഗൈസ്. നമുക്ക് വണ്ടിയുടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ കേബിൾ കുടുങ്ങിപ്പോയതായിരുന്നു. അപ്പോൾ പിന്നെ ഇതിൻ്റെ RPM നല്ലപോലെ കയറി നിൽക്കായിരുന്നു. ഈ കേബിൾ കുടുങ്ങിയതുകൊണ്ട് ചോക്ക് കേബിള് ഉണ്ടായി. ഈ ചോക്ക് കേബിള് ഞാൻ 30 യൂണിക്കോണ് കാലത്ത് സ്റ്റാർട്ടിങ് പ്രോബ്ലം ഉണ്ട്. അപ്പോൾ അതിന് കാലത്ത് എന്തായാലും ചോക്ക് ഇട്ട് മാത്രമേ ഈ വണ്ടിക്ക് ഓണാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ ചോക്ക് ധൃതിയിലിട്ടപ്പോൾ ചോക്ക് തട്ടിയപ്പോൾ അതിൻ്റെ ഉള്ളിൽ കുടുങ്ങിപ്പോയി. അപ്പോൾ അത് ഏകദേശം ഓക്കെ ആയിട്ടുണ്ട്, കുഴപ്പമില്ല. പിന്നെ നമ്മൾ വണ്ടിക്കൊരു മഡ് ഗാർഡ് വെച്ചു. മഡ് ഗാർഡ് സംഭവം വേണ്ട, നമ്മുടെ ചെളി തെറിക്കാണ്ടിരിക്കാനുള്ള. അപ്പോൾ നമ്മുടെ എൻജിനിലേക്കൊന്നും ഈ ചെളിയൊന്നും ഇങ്ങനെ തെറിക്കില്ല. നമ്മുടെ ഈ സൈലൻസർ ഇതുമ്പോഴേക്കൊന്നും ഉള്ളിലേക്കൊന്നും ഈ ചെളി പോവില്ല. കണ്ട ഇതുള്ളാൻ ഇതുമേ തട്ടി ഈ ടയർമേന്ന് ഇറങ്ങി തന്നെ ചെളിയൊക്കെ ഇതുമേ തട്ടി പുറത്തേക്ക് കൊള്ളും. ഇത് നമ്മുടെ എൻജിനിലേക്ക് പോവില്ല. അപ്പോൾ അങ്ങനെ ഒരു ഗുണമുണ്ട്. പിന്നെ നമുക്ക് അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ സ്പാർക്ക് പ്ലഗും ഒന്ന് മാറി, അതിൻ്റെ കണക്ടറും മാറി. അപ്പോൾ ഏകദേശം വണ്ടി സെറ്റപ്പ് ആയിട്ടുണ്ട്. അപ്പോൾ 2 ദിവസമായിട്ട് മഴയായതുകൊണ്ട് നിറച്ച് ചെളിയുണ്ട്, കഴുകണം. അപ്പോൾ ഞാൻ വേറൊരു സംഭവം നമ്മുടെ വണ്ടി ഒന്ന് സ്റ്റാർട്ടാക്കി കാണിച്ചു തരാം. അപ്പോൾ RPM ഒക്കെ പഴയ പോലെ ആയിട്ടുണ്ട്. സ്റ്റാർട്ടിങ്ങൊക്കെ പെട്ടെന്നാവും. ഓഫ് ചെയ്തു. ഗൈസ് സംഭവമൊക്കെ സെറ്റായിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്ക് ഞാനിതുപോലെ സ്റ്റക്കായി പോയി നിങ്ങളുടെ കേബിൾ ഇങ്ങനെ സ്റ്റക്കായി പോകണമെങ്കിൽ നിങ്ങൾക്കൊരു സംഭവം ഞാൻ പറഞ്ഞുതരാം. മിക്കവർക്കും ചിലവർക്ക് അറിയായിരിക്കും, എന്നാലും ഞാൻ വേണമെങ്കിൽ ഒന്ന് പറഞ്ഞുതരാം.
കണ്ട ഗൈസ്, ഈ ഒരു സാധനം കണ്ട, ഇത് ഉപയോഗിച്ച് നമുക്ക് ഇതിൻ്റെ RPM കൺട്രോൾ ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരു സംഭവമാണ് കണ്ടത്. ഇതൊരു നോബാണ് ഇങ്ങനെ തിരിക്കുന്നത്. അപ്പോൾ ഇതിങ്ങനെ ടൈറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ഈ RPM കുറയും, ലൂസ് ചെയ്യുമ്പോൾ RPM കൂടുകയും ചെയ്യണം. ഇതൊരു പെട്രോൾ കൺട്രോൾ ചെയ്യണ ഒരു സംഭവമാണെന്ന് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ കുടുങ്ങി പോവുകയാണെങ്കിൽ വണ്ടി RPM കൂടുതൽ നിൽക്കണമെങ്കിൽ നമുക്ക് ഗിയർ മാറ്റാൻ ഒന്നും പറ്റില്ല അപ്പുറത്ത്. അപ്പോൾ ഗിയർ മാറ്റാൻ പറ്റാണ്ടാവുമ്പോൾ ഇങ്ങനെ കൂട്ടിയിടിച്ച് ഗിയർ ബോക്സ് കംപ്ലൈൻ്റ് ആവും, അങ്ങനെയൊക്കെ സംഭവങ്ങൾ വരും. അപ്പോൾ അതുകൊണ്ട് അപ്പോൾ നമ്മളിങ്ങനെ സ്റ്റക്കായി പോവുകയാണെങ്കിൽ ഈ സംഭവം ഇങ്ങനെ തിരിച്ച് നമ്മുടെ RPM നമ്മളിങ്ങനെ കുറയ്ക്കണം. എന്നിട്ട് നമുക്ക് വണ്ടി എടുത്തുകൊണ്ട് പോകാം. അന്ന് അവർ വണ്ടി എടുത്തുകൊണ്ട് പോയപ്പോഴാണ് എനിക്ക് മനസ്സിലായി ഈ സംഭവം ഇങ്ങനെ തിരിച്ച് RPM കുറയ്ക്കാൻ പറ്റുന്നത്. അപ്പോൾ അറിയാത്തവരുണ്ടെങ്കിൽ നിങ്ങൾ നോക്കാം. അപ്പോൾ ഇങ്ങനെയാണ് സംഭവം. ഇപ്പോൾ ഗൈസ് നമ്മുടെ വണ്ടി ഏകദേശം സെറ്റായിട്ടുണ്ട്. പിന്നെ ഇതിനൊരു ലീക്ക് ഉണ്ടായി, നമ്മുടെ എന്തായാലും വണ്ടിയുടെ ബ്രേക്കിൻ്റെ ഈ ഫ്ലൂയിഡ് സംഭവം. ഈ ലീക്കും ഏകദേശം ഓക്കെ ആയിട്ടുണ്ട്. പമ്പ് ഊരി സെറ്റാക്കിയിട്ടുണ്ട്. ഇപ്പോൾ വണ്ടി ഏകദേശം കണ്ടീഷനായി. മൈലേജ് എത്രയാണെന്ന് ഞാൻ നോക്കിയിട്ടില്ല ഇതുവരെ. ഏകദേശം ഒരു 50-55 ഉണ്ടാവാൻ സാധ്യതയുണ്ട്, നോക്കിയിട്ടില്ല. അപ്പോൾ ഇതുപോലത്തെ കംപ്ലൈൻറ്റ് വരികയാണെങ്കിൽ നിങ്ങൾ സംഭവം തിരിച്ച് അതിൻ്റെ RPM അഡ്ജസ്റ്റ് ചെയ്ത് നിങ്ങൾക്ക് വണ്ടി കൊണ്ടുപോയി വർക്ക്ഷോപ്പിൽ കാണിച്ച് ശരിയാക്കാവുന്നതാണ് ഗൈസ്. അപ്പോൾ വണ്ടി ഇപ്പോൾ ഓക്കെ ആയിട്ടുണ്ട് ഗൈസ്. നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.